അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉംദത്തു സാലിക് സബഖ് നമ്പർ 336 ഷാഫിഈ ഫിഖ് പഠന പരമ്പര. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുല്ലാഹി റബ്ബൽ ആലമീൻ വഉസല്ലി വഉസല്ലിമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹു ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുഹിബ്ബീങ്ങൾ, ഭാര്യ, മക്കൾ, ശിഷ്യന്മാർ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ റഹ്മത്ത് നൽകട്ടെ, ഇരുലോക വിജയം നൽകട്ടെ, ധാരാളം ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. ഹബീബീങ്ങളെ, സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. സക്കാത്തിൻ്റെ അവകാശികൾ 8 ആളുകളാണ്. 1 ഫക്കീർ പറഞ്ഞു കഴിഞ്ഞു, 2 മിസ്കീന്മാരെ പറ്റി പറഞ്ഞു. ഇന്ന് 3ാമത്തെ വിഭാഗമാണ് അസാലിസു അൽ ആമിലൂന. 3ാമത്തെ വിഭാഗം സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ്. ആമിലൂന പറഞ്ഞാൽ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ. ആരാ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ? അഥവാ സക്കാത്ത് ഓരോ വീട്ടിലും പോയി പിരിച്ചെടുത്ത് അതിന് അളവുകളൊക്കെ കൃത്യമായി നോക്കി അത് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്കും വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണല്ലോ അവരുടെ ഖിദ്മത്ത്, ആമിലീങ്ങൾ. അപ്പം അതുകൊണ്ട് അവർക്കും നമുക്ക് സക്കാത്ത് കൊടുക്കാം. അതും അവരും അവകാശികളാണ്. ഫക്കീറെ പോലെ, മിസ്കീനെ പോലെ ഈ വിഭാഗവും ജോലിക്കാരും സക്കാത്തിൻ്റെ അവകാശികളാണ്. ജോലിക്കാർ പറഞ്ഞാൽ ആരാണ്? നമുക്ക് പരിശോധിക്കാം. വഹും അല്ലദീന യബ്അസുഹുമുൽ ഇമാമു കമാ തഖദ്ദമ. വഹും അവരാകുന്നത്, ഈ ആമിലീങ്ങളാകുന്നത്, അല്ലദീന ഒരു വിഭാഗമാണ്, യബ്അസുഹും അവരെ നിയോഗിക്കും, അൽ ഇമാമു ഇമാമ് അവരെ അയക്കും, നിയോഗിക്കും. കമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതുപോലെ. ഇപ്പോൾ സക്കാത്തിൻ്റെ അവകാശികൾ 3ാമത്തേത് സക്കാത്തിൻ്റെ പ്രവർത്തകനാണ്. മുമ്പ് നമ്മൾ വിവരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ മുസ്ലിം ഭരണാധിപൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സക്കാത്തിൻ്റെ ആ ഉദ്യോഗസ്ഥൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. കുറച്ച് വിശദീകരണം അവിടെ ആവശ്യമാണ്. ഫമിൻഹും അപ്പോൾ അവരിൽ പെട്ടതാണ് അസ്സായി സക്കാത്ത് പിരിപ്പിക്കുന്നവൻ. സായിന്ന് ഇത് വാക്കർത്തിത് സക്കാത്ത് പിരിപ്പിക്കുന്നവൻ. വൽ കാത്തിബു എഴുത്തുകാരൻ. വൽ ഹാഷിറു ഒരുമിച്ച് കൂട്ടുന്നവൻ. അപ്പോൾ പെട്ടെന്ന് പോയിങ്ങാണ്ട് കൊണ്ടാൻ പറ്റില്ലല്ലോ. ഒരാളെടുത്ത് പോയി, ഒരു സെയ്ദിൻ്റെ അടുത്ത് പോയി, സെയ്ദിന് എത്ര ഉണ്ട് സ്വത്ത്, അത് സക്കാത്തുമായി ബന്ധപ്പെട്ടത് എത്രയുണ്ട്, അപ്പോൾ നോക്കട്ടെ മാസങ്ങളോളം ആവശ്യമാണ്. അതായത് ഒരു ദിവസം കൊണ്ടൊന്നും പോയിങ്ങാണ്ട് എത്ര സക്കാത്തുണ്ടെന്ന് മനസ്സിലാവില്ല. ഒരാളതിനെ ദിവസങ്ങളോളം നമ്മൾ പരിശ്രമിക്കണം. എത്ര സ്ഥലമുണ്ട്, എത്ര കൃഷിയുണ്ട്, വരുമാനം എത്ര ഉണ്ട്, ഒരു വർഷം ആയോ, അതിലെത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നോക്കി അപ്പോൾ പണിയുണ്ടല്ലോ. അപ്പോൾ സായി അത് പിരിപ്പിക്കുന്ന ആളുണ്ടാവും. വൽ കാത്തിബു അതൊക്കെ എഴുതുന്ന കണക്ക് കൂട്ടുന്ന വ്യക്തി ഉണ്ടാവും, കണക്കൻ എഴുതി വെക്കുന്ന ആൾ. വൽ ഹാഷിറു ഇതൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന, അങ്ങനെ പല നിലക്കും ആളുകൾ കുറേ വേണം. വൽ ഖാസിമു വൽ ഖാസിമു വീതിക്കുന്നവൻ. ഫയുജ്അലു അപ്പോൾ ആക്കപ്പെടും ലിൽ ആമിലി ആ പ്രവർത്തകന് അസുമനു 8-1 കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഫഇൻ കാന സുമനു അപ്പോൾ 8-1 അക്സറ കൂടുതലാണെങ്കിൽ മിൻ ഉജറത്തിഹി അദ്ദേഹത്തിന് കൂലിയേക്കാൾ അധികമാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ എന്താക്കണം, അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി കൊടുക്കണ കൂലി അതിനേക്കാൾ അധികമാണെങ്കിൽ റദ്ദൽ ഫാദില അല്ലെങ്കിൽ റുദ്ദൽ ഫാദിലു ബാക്കിയുള്ളത് മടക്കപ്പെടണം. അലൽ ബാക്കീന ശേഷമുള്ളവരുടെ മേൽ മടക്കപ്പെടണം. എന്താ പറഞ്ഞത്? ഇപ്പം മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ ആശയം, ഇത് ഭാഗിച്ചു കൊടുക്കുന്ന ആള്, അതുപോലെ തന്നെ പ്രവർത്തകൻ, ഈ അഫ്വാൻ നമ്മൾ ഈ ആമിലീങ്ങളെ ആരൊക്കെ പെട്ടത് അതൊക്കെ വൽഹാസിൽ പറയാണ്. സക്കാത്ത് പിരിപ്പിച്ചെടുക്കുന്ന ആള്, കണക്കെഴുതുന്ന ആള്,
പിന്നെ അവകാശികളെ സംഘടിപ്പിക്കുന്ന ആള്, ഇതൊക്കെ ഭാഗിച്ചു കൊടുക്കുന്ന കാസിം, ഇവരെല്ലാം ആമിലിൽ പെട്ടവരാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തതാണ് ഇവർ നമുക്ക് മനസ്സിലാകാനുള്ളത്. ഏത്? ഫയജുഅലു ലിൽ ആമിലി അസ്സുമിനു വഇൻ കാന സുമിനു അക്സറ മിൻ ഉജ്റത്തിഹി റദ്ദൽ ഫാദിലു റുദ്ദൽ ഫാദിലു. അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലേ. ഫയജുഅലു അപ്പോൾ ആക്കപ്പെടണം, ലിൽ ആമിലി പ്രവർത്തകന് അസ്സുമിനു 8/1 കൊടുക്കണം. ഫഇൻ കാന സുമിനു അപ്പോൾ 8/1 അക്സറ മിൻ ഉജ്റത്തിഹി അദ്ദേഹത്തിന് കൂലിയേക്കാൾ കൂടുതലാണെങ്കിൽ, അധികമാണ് എങ്കിൽ റുദ്ദൽ ഫാദിലു ബാക്കിയുള്ളതിനെ മടക്കപ്പെടണം, അലിൽ ബാക്കീന ശേഷമുള്ളവരിലേക്ക് മടക്കപ്പെടണം, ശേഷമുള്ളവരുടെ മേൽ മടക്കപ്പെടണം. അപ്പൊ 8-1 അംശം, 8-1 ഭാഗം സുമന് ആ വ്യക്തിയുടെ ആമിലിന്റെ കൂലിയേക്കാൾ കൂടുതലാണ് എങ്കിൽ ആ കൂടുതലുള്ളത് മറ്റു വിഭാഗക്കാരുടെ ആ വിഹിതത്തിലേക്ക് നീക്കപ്പെടണം. അതിലൊരു പോയിന്റാണല്ലോ. അദ്ദേഹത്തിന് നോക്കുമ്പോൾ കൂലി കൊടുക്കാനുള്ളത് 1 ലക്ഷമാണെങ്കിൽ ഇത് സുമിന് കൊടുക്കുമ്പോൾ 5 ലക്ഷം ഉണ്ടെങ്കിലോ അങ്ങനെ കൊടുക്കണ്ട. കൂലി അദ്ദേഹത്തിനൊക്കെ 1 മാസത്തിന് 2 മാസത്തിനൊക്കെ 2-4 മാസത്തിന് കൂലി നോക്കുമ്പോൾ 1 ലക്ഷമാണെന്ന് എഴുതിക്കോ. വർക്കിന് കൂലി കൊടുക്കണത്. പക്ഷേ സുമിന് കിട്ടുമ്പോഴോ 8/1 8/1 കൊടുക്കുന്നത് 5 ലക്ഷമാണെങ്കിൽ 1 ലക്ഷം 5 ലക്ഷമല്ല കൊടുക്കേണ്ടത്, 1 ലക്ഷം തന്നെയാണ്. ആ ബാക്കി 4 ലക്ഷം അല്ലേ. അതിനെ പറ്റിയാണ് പറയണത്. എന്ത്? 8/1 അവരുടെ കൂലിയേക്കാൾ അധികമാണ് എങ്കിൽ കൂടുതലുള്ളത് മറ്റു അവകാശികളുടെ ഓഹരിയിലേക്ക് നീക്കപ്പെടണം. അതാണ് ഇബാറത്ത്. ഫയുജ്അലു എന്താക്കണം? ആക്കപ്പെടണം, ലിൽ ആമിലി ആ ജോലിക്കാരന് അസുമിനു സുമിനാക്കപ്പെടണം. ഇൻകാന സുമിനു സുമിനാണെങ്കിലോ അക്സറ മിൻ ഉജ്റത്തി ഉജ്റത്തിനേക്കാൾ അക്സർ ആണെങ്കിലോ റദ്ദൽ ഫാദില ഫാദിലേക്ക് മടക്കപ്പെടണം. ആ ഫാദിലിനെ മടക്കണം, അലൽ ബാക്കീന മറ്റുള്ള അവകാശികളിലേക്ക്. അപ്പൊ ഇവർക്ക് നോക്കിയല്ലേ. ഇനി ഇൻകാന ആ കൂലിയാണെങ്കിൽ അഖല്ല കുറഞ്ഞതാണെങ്കിലോ കുമ്മില പൂർത്തിയാക്കപ്പെടണം, ലഹു അവനിക്ക്, മിൻ മാലി സക്കാത്തി സക്കാത്തിന്റെ സ്വത്തിൽ നിന്ന്. അപ്പൊ 8/1 കൊടുക്കുമ്പോൾ അൽഹാസിരി 8/1 കൊടുക്കുമ്പോൾ അവരുടെ കൂലിയിൽ കുറവാണ് എങ്കിൽ സക്കാത്തിന്റെ മാലിൽ നിന്ന് അത് പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ്. നഷ്ടം വരാൻ പാടില്ലല്ലോ ആമിലിന്, ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ ആമിലിന്. ആമിലും ഒരു കുടുംബം നികത്തുന്ന ആളല്ലേ. പിന്നെ ഹാദാ ഇതാവുന്നത്, അഥവാ ഇതാവുന്നത് പറഞ്ഞാൽ ഈ പ്രവർത്തകന് സക്കാത്തിന്റെ അവകാശിയാകല് അതാകുന്നത് ഇതാ ഫറക്കൽ ഇമാമു ഇമാമ് വിതരണം ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞത്. വൈൻ ഫറക്കൽ മാലിക്കു ഇനി ആ ഉടമസ്ഥനാണ് വിതരണം ചെയ്യുന്നതെങ്കിലോ കസ്സമ അവൻ വീതിക്കണം, അലാ സബ്അത്തിൻ 7 വിഭാഗക്കാരുടെ മേൽ അത് വീതിച്ചു കൊടുക്കണം. വസഖത്തൽ ആമിലു അപ്പോൾ ഓട്ടോമാറ്റിക് എന്താവും? പ്രവർത്തകന് ഇല്ലാതാവുകയും ചെയ്യും, കിട്ടൂല, നഷ്ടപ്പെടും. അഥവാ സക്കാത്തിന്റെ ഭരണാധികാരി പിരിച്ചെടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ സക്കാത്ത് ഉണ്ടല്ലോ, ആ സക്കാത്തിനെ ഭരണാധികാരി പിടിച്ചെടുത്തു. പിന്നീട് അത് വിതരണം ചെയ്യുമ്പോഴാണ് ആ പ്രവർത്തകൻ അവിടെ ഉണ്ടാകുള്ളൂ. എന്നാൽ നേരെ തിരിച്ച് ഈ മുതലിന്റെ ഉടമ വിതരണം ചെയ്യുമ്പോൾ പ്രവർത്തകൻ ഇല്ലാതാകുന്നതിനാൽ ആ ഓഹരി എന്താക്കണം? മറ്റു 7 ആളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഇതിൽ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഭരണാധികാരി വിതരണം ചെയ്യുമ്പോൾ തന്നെ പ്രവർത്തകന് മുസ്ലിങ്ങളുടെ പൊതു സ്വത്തിൽ നിന്ന് ശമ്പളമുണ്ടെങ്കിലും അവൻ അവകാശികളിൽ പെടുന്നതല്ല. എന്നാൽ ആ ആമിലിന് മുസ്ലിങ്ങളുടെ പൊതു മുതലിൽ നിന്ന് ശമ്പളമുണ്ടെങ്കിൽ ഭരണാധിപൻ വിതരണം ചെയ്യുമ്പോഴും ഇതേ രൂപത്തിലാണ് ഉണ്ടാകുക. മനസ്സിലാക്കുക. അപ്പം മൊത്തത്തിൽ ഇന്ന് പറഞ്ഞെന്താണ്? സക്കാത്തിന്റെ അവകാശികൾ 8 അതിലൊന്നാണ് ആമില്.
ആമിൽ പറഞ്ഞാൽ കുറേ ആളുണ്ട്, 2-3 കാറ്റഗറി വരും. സായി, കാത്തിബ്, ഹാഷിർ, കാസിം, ഇവരൊക്കെ ആമിലിൻ്റെ പരിധിയിൽ വരും. അവരൊക്കെ ഓരോ ജോലികൾ വേറെ വേറെ രൂപത്തിൽ വരികയാണല്ലോ വിശദീകരിക്കുമ്പോൾ. സായി, കാത്തിബ്, ഹാഷിർ, കാസിം ഇവരൊക്കെ ആമിലികളാണ്. ഇവർക്കൊക്കെ എത്ര കൊടുക്കേണ്ടത്? 8-1. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. അസ്സലാമു അലൈക്കും.